This news is brought to you by Z-Mobile, അമ്പലം റോഡ്, ചെറുപുഴ. ശ്രേയസ് കാസർഗോഡ് മേഖല വെളിച്ചന്തോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇൻസ്പയർ 2026 നേതൃത്വ പരിശീലന പരിപാടിയും മികച്ച SHGക്കുള്ള അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. വെളിച്ചന്തോട് ഷൈൻ സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മേഖലാ പ്രോഗ്രാം ഓഫീസർ നളിനാക്ഷൻ VV അധ്യക്ഷത വഹിച്ചു. മേഖലാ ഡയറക്ടർ റവറൻ ഫാദർ റെനി മുടമ്പള്ളി പരിപാടിയുടെ ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിച്ചു. സോണൽ മാനേജർ സാജൻ വർഗീസ് നേതൃത്വ പരിശീലന ക്ലാസ് നയിച്ചു. മേഖലാ പ്രോഗ്രാം ഓഫീസർ ഷാജി മാത്യു, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അജിത KV എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. യൂണിറ്റ് CDO ജോയ്സി രാജു സ്വാഗതവും സൗമ്യ PV നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് വെളിച്ചന്തോടിൽ സ്ഥാപിച്ച റോഡ് മിററിന്റെ ഉദ്ഘാടനം സോണൽ മാനേജർ സാജൻ വർഗീസും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ബസ് സമയ വിവര ബോർഡിന്റെ ഉദ്ഘാടനം മേഖലാ പ്രോഗ്രാം ഓഫീസർമാരായ നളിനാക്ഷൻ VV, ഷാജി മാത്യു എന്നിവരും നിർവഹിച്ചു. വെളിച്ചന്തോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നമ്മളൊരു കോൺവെക്സ് മിറർ നമ്മൾ ഏറ്റവും ഉചിതമായ സ്ഥലത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്. വിവിധങ്ങളായ യൂണിറ്റുകളിൽ ഇത്തരത്തിലുള്ള മിററൊക്കെ സ്ഥാപിച്ചത് നിങ്ങൾ വാട്സപ്പിലൊക്കെ കണ്ടു കാണും. അപ്പോൾ നമ്മുടെ ഏറ്റവും ധന്യമായ ഈ മുഹൂർത്തത്തിൽ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ സോണൽ മാനേജർ സാജനെ ക്ഷണിക്കുക. ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോന്ന് അറിയത്തില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ യൂണിറ്റ് ഡയറക്ടറായിട്ട് ബഹുമാനപ്പെട്ട റെനിയച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു, ഗുരുദേവ് കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിട്ട്. അപ്പം കുറേ വർഷങ്ങൾക്ക് അത് കഴിഞ്ഞ അച്ഛൻ ഭോപ്പാലിലായിരുന്നു കുറച്ച് വർഷക്കാലം. വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അതിലുമപ്പുറം നമ്മുടെ മേഖലാ ഡയറക്ടറായിട്ടാണ്, കാസർഗോഡ് മേഖലയുടെ ഡയറക്ടറായിട്ടാണ് അച്ഛൻ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടി വെളിച്ചാന്തോട് ശ്രേയസ് കൂട്ടായ്മയിലേക്ക് അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ ഞാനും ജോയിസ് ചേച്ചിയും നമ്മുടെ വലിയ പൊയിൽ എന്ന സ്ഥലത്ത് പുതിയൊരു സംഘത്തിന് ഇന്നലെ തുടക്കം കുറിച്ചു. അപ്പോൾ സ്വാശ്രയ സംഘം എന്താണെന്നും ഒരു സ്വാശ്രയ സംഘത്തെ എങ്ങനെ അതിൻ്റെ ഭാരവാഹികൾ നയിക്കണമെന്നും അതുപോലെ തന്നെ ആ കൂടെയുള്ള അംഗങ്ങളെ എങ്ങനെ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു പരിശീലന പരിപാടിയാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ അനുബന്ധ പരിപാടി എന്നുള്ള രീതിയിൽ ഈ യൂണിറ്റിൽ 23 സംഘങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 3 സംഘങ്ങൾക്കുള്ള ഒരു സമ്മാനം, പ്രോത്സാഹന സമ്മാനം ഇന്നിവിടെ വേദിയിൽ വെച്ച് നൽകും. അതുപോലെ തന്നെ നമ്മൾ മുൻപ് തീരുമാനിച്ച പോലെ സ്വാശ്രയ സംഘ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികളെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കും. പൊസിഷൻ അല്ല, ആയിക്കോട്ടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യൂണിറ്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷനിലേക്കാളുപരി ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെല്ലാം 10:30 തുടങ്ങേണ്ടതാണ് പറഞ്ഞാൽ കുറച്ച് സമയം ലേറ്റായി. സാറിന്റെ ക്ലാസ്സിന് വേണ്ടി വളരെ ഈഗറായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ഈ ക്ലാസ് എടുക്കാൻ ഏറ്റവും യോഗ്യൻ സാജൻ സാർ തന്നെയാണ്. ഞാനൊക്കെ സാജൻ സാറിനെ കാണുമ്പോൾ മുതലേ ശ്രേയസിൻ്റെ ആളായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്, എത്രയോ വർഷങ്ങളായിട്ട്. അപ്പം ശ്രേയസിന്റെ തുടക്കം മുതൽ ഇപ്പോൾ വരെയും എന്താണ് ശ്രേയസ്, അല്ലെങ്കിൽ സാധാരണ ലീഡേഴ്സിനെ പോലെ അല്ല, ശ്രേയസിലെ ലീഡേഴ്സിനെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രത്യേകത എന്താണ് എന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തരാൻ ആപ്റ്റായിട്ടുള്ള ഒരാളാണ് സാജൻ സാറ്. പ്രത്യേകമായിട്ട് സാജൻ സാറിനെ നമ്മുടെ ഈ റീജിയനിലായിട്ട് സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയൂടെ ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ല ആശംസ. ഈ ക്ലാസ്സിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാം നല്ല സ്മാർട്ടായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ലീഡേഴ്സായിട്ട് മാറും. താങ്ക് യു. പരിശീലനം കഴിയുമ്പോഴേക്കും നമ്മുടെ നേതാക്കന്മാരെല്ലാം ഏത് തലത്തിൽ ചെന്നാലും വളരെ ഭംഗിയായിട്ട് സംസാരിക്കാനും ഒരു സംഘടനയെ അല്ലെങ്കിൽ ഒരു അയൽക്കൂട്ടത്തെ നേരാമണ്ണം മുമ്പോട്ട് കൊണ്ടുപോകാനും അതിനുള്ള ആർജവമാക്കി നമുക്ക് ഈ വീതി വിട്ടുമാറണം. കാരണം എല്ലാ വർഷവും നമ്മൾ ഇത് നടത്താറില്ല. ഇപ്പോൾ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നേതൃത്വ നിരയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം നടത്തുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് 2 വർഷ കാലാവധിയാണ്. ഈ 2 വർഷം ഒരു പ്രദേശത്തെ, ഒരു സമൂഹത്തെ, ഒരു അയൽക്കൂട്ടത്തെ ശ്രേയസിൻ്റെ ലേബലാക്കി മാറ്റണമെങ്കിൽ നമുക്ക് നല്ലൊരു വഴി വെട്ടിത്തുറക്കണം. ആ വെട്ടിത്തുറക്കിലൂടെ നമുക്ക് എല്ലാവിധ കാര്യങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. കാരണം കാസർഗോഡ് മേഖലയുടെ നട്ടലായ വെളിച്ചോട് യൂണിറ്റും അതിന് കീഴിൽ വളരെ വ്യക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റുകൊടുക്ക യൂണിറ്റിനും ഇതൊരു അത്യാവശ്യമായ സമയത്താണ് നമ്മളിത് ചെയ്യുന്നത്.
നല്ല പ്രസന്നത വേണം, അതിനാണ് പൂക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് അച്ഛൻ പറഞ്ഞു നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും പൂക്കിയായിട്ട് വേണം പോകാൻ, അല്ലേ? അപ്പോൾ അയൽക്കൂട്ടത്തിൽ ചെന്ന് മീറ്റിങ്ങിന് ഇരിക്കുന്ന സമയത്ത് നമ്മൾ വീർത്ത് കെട്ടിയിരിക്കാൻ പാടില്ല. നമ്മൾ എന്ത് വേണം? പൂക്കിയായിരിക്കണം, നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കണം, അല്ലേ? നമ്മൾ എവിടെയാണെങ്കിലും പൂക്കി എന്നാണ്. മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത്, ആദ്യം പറയുന്നത് 4 തരം ലീഡേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. 4 തരം, നിങ്ങൾ കേട്ടിട്ടുള്ള 4 തരം ലീഡേഴ്സിനെ കുറിച്ചാണ്. ഒന്നാമത്തെ ആൾ സച്ചിൻ തെണ്ടുൽക്കറാണ്. സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം എവിടെ കളിക്കാൻ പോകുന്നതിന് മുമ്പ് ജ്യേഷ്ഠനെ കൂടെ കൊണ്ടുപോകും. ജ്യേഷ്ഠനെ കൂടെ കൊണ്ടുപോയി കളിയെല്ലാം കഴിഞ്ഞ് ഗ്രൗണ്ടിൽ നിന്ന് കയറി വരുമ്പോൾ ചേട്ടനോട് ചോദിക്കും, എന്തായിരുന്നു എൻ്റെ മിസ്റ്റേക്ക്, ഇന്നത്തെ കളിയിലെ എൻ്റെ മിസ്റ്റേക്ക് എന്തായിരുന്നു? അപ്പോൾ ജ്യേഷ്ഠൻ പറയും, ഇന്നത്തെ കളിയിലെ സച്ചിനെ നിനക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ ഇതൊക്കെയാണെന്ന് പറയും. അപ്പോൾ ഒരു ലീഡർ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം, സച്ചിൻ തെണ്ടുൽക്കറെ പോലെ ലേൺ ഫ്രം മിസ്റ്റേക്ക്. എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൾ എന്താണെന്ന് ആദ്യം കാണുകയും അത് പഠിക്കുകയും അത് മാറ്റം വരുത്താൻ പറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ലീഡറുടെ ഒന്നാമത്തെ കർത്തവ്യം. അപ്പോൾ ഒരു ലീഡറെ ഞാൻ പരിചയപ്പെടുത്തി, ആരാണ്? സച്ചിൻ തെണ്ടുൽക്കർ. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? ലേൺ ഫ്രം മിസ്റ്റേക്ക്. എല്ലാ കളികളും കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് ചോദിച്ച് മനസ്സിലായിക്കൊണ്ടിരിക്കും. വാക്കല്ല എൻ്റെ പ്രവൃത്തി, ആക്ഷനാണ്, അല്ലേ? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അപ്പോൾ നമ്മൾ വാക്ക് പറഞ്ഞ് ഇങ്ങനെ ഉപരിവിപ്ലവം സൃഷ്ടിച്ച് നടന്നിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് വേണം? ആക്ഷൻ ഓറിയൻറ്റഡ് ആകണം, പ്രവർത്തിക്കണം, ആക്ടിവിറ്റി വേണം. അപ്പം മഹാത്മാഗാന്ധി പറഞ്ഞത്, നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലാണ് സ്വരാജൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞ് നമ്മൾ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പ്രവർത്തിക്കണമെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓരോ സംഘത്തിൻ്റെ ലീഡർമാർ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ ചത്തുപോയി സംഘങ്ങൾ. പ്രവർത്തനം വേണ്ടേ? അപ്പോൾ പ്രവർത്തനം വേണം, അപ്പോൾ ആക്ഷൻ വേണം. അപ്പം മഹാത്മജിയെ പോലെ ലീഡർമാർ എന്ത് വേണം? ആക്ഷൻ എടുക്കാൻ കഴിവുള്ള ആളായിരിക്കണം. ആക്ഷൻ, പ്രവർത്തനങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യാൻ മിടുക്കരായിരിക്കണം നമ്മുടെ നേതാക്കന്മാർ. അപ്പം 3 പേര്. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.